ഹരിസ്മരണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ബ്രഹ്മചര്യ സൂത്രങ്ങളിലെ അടുത്ത സൂത്രമാണ് ഊർധ്വരേതോ ഭവേത് എന്നത്. ഊർധ്വരേതോ ഭവേത് ഇത് വിദ്യാർത്ഥികൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ്. എല്ലാവരും ഊർധ്വരേതസ്സായിരിക്കണം. രേതസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന വാക്ക് പറയാനാണെങ്കിൽ ശുക്ലം. പുരുഷൻ്റെ ജീവനരസത്തിന് പറയുന്ന പേരാണ് ശുക്ലം. അത് സ്ത്രീ പുരുഷ മൈഥുന സമയത്ത് ഒരു പ്രത്യേക സമയത്തിന് ശേഷം പുരുഷനിൽ നിന്ന് വിസർജിക്കപ്പെടുന്നതാണ് ശുക്ലം. ഇതിനെ സംസ്കൃതത്തിൽ ശുക്രം എന്നും പറയാറുണ്ട്. ശുക്രം, ശുക്ലം എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്. ലളിതാ സഹസ്രനാമത്തിൽ വിശുക്രൻ എന്ന് ഭണ്ഡാസുരൻ്റെ ഒരു മകനെക്കുറിച്ച് പറയുന്നുണ്ട്. ശുക്രം എന്ന് പറഞ്ഞാൽ അവിടെയും ശുക്ലം തന്നെയാണ്. വിശുക്രൻ എന്ന് പറയാൻ കാരണം പരമ്പര ഈ ശുക്ലം വരുന്നത് പുരുഷൻ്റെ ശുക്ലത്തിൽ നിന്നും സ്ത്രീയുടെ ബീജത്തിൽ നിന്നുമാണല്ലോ ഒരു പുതിയ സന്താനം ഉണ്ടാകുന്നത്. അപ്പോൾ പരമ്പരാഗതമായി അടുത്ത തലമുറയിലേക്ക് കൈമാറുന്ന മാലിന്യങ്ങളെയാണ് വിശുക്രം എന്ന് പറയുന്നത്. ശുക്രം വഴി വരുന്നത്. വിഷംഗമെന്ന് പറഞ്ഞാൽ അംഗം മുഴുവൻ നിറഞ്ഞ വിഷം. അപ്പോൾ പരമ്പരാഗതമായി കൈമാറി വരുന്നത് ഒന്ന്. മറ്റൊന്ന് സ്വമേധയാ ജന്തുവിൻ്റെ ഉള്ളിൽ നിറയുന്നത്. അത് ഇങ്ങനെയാണ് വിഷംഗനും വിശുക്രനും വരുന്നത്. ഇത് രണ്ടും കർമ്മശേഷി വഴിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇത് അതുകൊണ്ടാണ് തോളിൽ നിന്നാണ് ഈ മക്കളുണ്ടായത് എന്ന് പറയുന്നത്. തോളെന്ന് പറയുന്നത് കൈ തുടങ്ങുന്ന സ്ഥലമാണല്ലോ. അതിനെ നമ്മൾ അതുകൊണ്ട് കർമ്മശേഷി എന്ന് പറയുന്ന കൈയും കർമ്മശേഷിയും തമ്മിലാണല്ലോ ബന്ധം. അപ്പോൾ അത് തുടങ്ങുന്നിടത്തു നിന്നാണ് വിഷങ്കൻ ഉണ്ടാകുന്നതും വിശുക്രൻ ഉണ്ടാകുന്നതും. രണ്ടും കർമ്മശേഷി വഴി കർമ്മങ്ങളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം അതല്ല. ഈ ഊർധ്വരേതസ് എന്താണ് എന്നാണ്. രേതസ് എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ ശുക്ലത്തിനും സ്ത്രീയുടെ ശുക്ലത്തിന് അല്ലെങ്കിൽ സ്ത്രീയുടെ ബീജത്തിനും പറയുന്ന പേര് ഒന്ന് തന്നെയാണ്. രേതസ് എന്നാണ് അതിന് പറയുക. അപ്പോൾ ഈ ആധുനിക ശാസ്ത്രം പറയുന്നത് സ്ത്രീ പുരുഷ മൈഥുന സമയത്ത് ഈ രക്തം ബന്ധപ്പെട്ട ഗ്ലാൻഡിലേക്ക് ഇരച്ചു കയറുകയും അവിടെ നിന്ന് അത് ഒരു പ്രത്യേക പ്രോസസ്സ് വഴി ശുക്ലമായി മാറി അല്ലെങ്കിൽ ബീജമായി മാറി സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ ശുക്ലത്തിൽ നിന്ന് ഇതൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ശുക്ലത്തിനെ എന്തിന് നമ്മൾ സംരക്ഷിച്ച് നിർത്തണം? ആധുനിക ശാസ്ത്രം ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അറിവ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് വരിക. രണ്ട് മാർഗങ്ങളുണ്ട്. ഇംഗ്ലീഷിൽ ഈ മാർഗങ്ങൾക്ക് അനലിറ്റിക്കൽ ആൻഡ് സിന്തറ്റിക് എന്ന് പറയും. അനലിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അപഗ്രഥനാത്മകം, അപഗ്രഥിക്കുക. എന്തെങ്കിലും ഒരു പദാർത്ഥത്തെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അതിനെ നമ്മൾ കട്ട് ചെയ്ത്, അപഗ്രഥിക്കുക എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് മനസ്സിലാക്കുക. ഇതിലെന്തൊക്കെ ഘടകങ്ങളാണുള്ളത്. ഇപ്പോൾ ഒരു ചെമ്പരത്തിപ്പൂ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അതിൽ ഇന്ന ഘടകങ്ങൾ ചേർന്നാണ് ഈ ചെമ്പരത്തിപ്പൂ ഉണ്ടായിരിക്കുന്നത് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയും. ഇതിനെയാണ് അനാലിസിസ് വഴിയുള്ള അറിവെന്ന് പറയുന്നത്. നേരെ മറിച്ച് ഭാരതീയൻ്റെ അനാലിസിസ് വഴിയുള്ള അറിവാണ് സായിപ്പന്മാരുടേത്, യൂറോപ്യൻ കൾച്ചർ. നമ്മുടെ ഇന്ത്യക്കാരുടെ രീതി അതല്ല. സിന്തറ്റിക് എന്ന് പറയും, ഉദ്ഗ്രഥനാത്മകം. അപ്പോൾ ഉദ്ഗ്രഥനാത്മകം എന്ന് പറയുന്നത് ഈ ചെമ്പരത്തിപ്പൂവിനെ നമ്മൾ അറുത്തു മുറിച്ച് വെവ്വേറെയാക്കി എന്തൊക്കെ ഘടകങ്ങളാണ് അതിനകത്തുള്ളത് എന്ന് മനസ്സിലാക്കുന്നില്ല. അതിനു പകരം അതിനെ അറുത്തു മുറിക്കാതെ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഋഷീശ്വരന്മാർ പറഞ്ഞു തരും. ചെമ്പരത്തി ഉഷ്ണഗുണമാണോ ശീതഗുണമാണോ, അതിന് തണുപ്പിൻ്റെ ഗുണമാണ്,
അത് മുടിയിഴകളിലെ പ്രാണോർജ്ജത്തെ വർദ്ധിപ്പിച്ച് മുടി വളർത്താൻ സഹായിക്കും. അത് വിഷത്തെ ഹരിക്കും, വിഷത്തെ ഇല്ലാതെയാക്കും. യൗവനം നിലനിർത്തുന്ന ചില ഗുണങ്ങൾ അതിനുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ഋഷീശ്വരന്മാർ പറയുക. ഇതൊക്കെ ശരിയാണ്. ഇതിൽ ഈ ചെമ്പരത്തിപ്പൂവിൽ അടങ്ങിയിരിക്കുന്ന ഏത് ഘടകമാണ് ഇത് ചെയ്യുന്നതെന്ന് നമ്മൾ പിന്നീട് പഠിച്ചെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങളാണ് ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. നേരെ മറിച്ച് ആധുനിക ശാസ്ത്രജ്ഞന്മാർ അതിനെ കട്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് എന്തൊക്കെ കെമിക്കലുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. ഇത് രണ്ട് രീതിയിലുള്ള പഠനമാണ്. ഒന്ന്, യൂറോപ്യന്മാരുടെ പഠനം അനലിറ്റിക്കൽ, ഭാരതീയരുടെ പഠനം ഉദ്ഗ്രഥനാത്മകം അല്ലെങ്കിൽ സിന്തറ്റിക്. അത് നമ്മൾ മുഴുവനോടെ എടുക്കുക ചെയ്യുന്നത്, കട്ട് ചെയ്ത് വേറെ വേറെയാക്കി മനസ്സിലാക്കുകയല്ല. അപ്പോൾ അവർ പറയുന്നത് രേതസ് ശുക്ലഗ്രന്ഥിയിലേക്ക് വന്നിട്ടാണ് അത് ശുക്ലമായിട്ട് മാറുന്നത്. അത് രക്തം തന്നെയാണ്. രേതസ്സല്ല, രക്തം. രക്തം ഈ ഗ്രന്ഥിക്കകത്തേക്ക് വന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് ശുക്ലമായിട്ട് മാറുന്നു, അത്രയേ ഉള്ളല്ല, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല. ശുക്ലം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വിസർജിച്ചു പോയി കഴിഞ്ഞാൽ കുറേ അധികം സമയത്തേക്ക് നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണമായ ക്ഷീണമുണ്ടാവും, ഏകാഗ്രതയ്ക്ക് കുറവുണ്ടാവും, നിദ്രയ്ക്ക് പ്രശ്നങ്ങളുണ്ടാവും. ഉറക്കം കിട്ടിയെന്ന് വരും, പക്ഷെ ചിലപ്പോൾ ദുസ്വപ്നങ്ങൾ കാണും. അതുപോലെ ദഹനത്തെ ബാധിക്കും. ഹൃദയം, ശ്വാസകോശം തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യത്തെ അത് ദീർഘകാലം കൊണ്ട് ബാധിച്ചേക്കാം. ഒരു ആയുർവേദ വൈദ്യനോട് ചോദിച്ചാൽ ഇതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് അയാൾ പറഞ്ഞു തരും. ഇതൊക്കെ ഒരു തുള്ളി ശുക്ലം എടുത്തുകൊണ്ട് എന്ന് ലാബിൽ വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാലൊന്നും ഇത് കിട്ടുകയില്ല, മനസ്സിലാവില്ല. ഇതൊക്കെ അനുഭവങ്ങളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഊർധ്വരേതസ്സാവുക എന്ന് പറഞ്ഞാൽ ഈ രേതസ്സിന് ഒരു ഗതിയുണ്ട്. ഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഈ രേതസ് ചിലപ്പോൾ ഈസി ആയിട്ടങ്ങ് പുറപ്പെട്ടു പോകും. മലവും മൂത്രവും വിസർജിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ ശുക്ലമുണ്ടാകുന്ന ഗ്രന്ഥികൾക്ക് നല്ല ആരോഗ്യം ഇല്ലെങ്കിൽ, നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം, അതില്ലെങ്കിൽ മലവിസർജനത്തിൻ്റെ സമയത്തോ മൂത്രവിസർജനത്തിൻ്റെ സമയത്തോ ഈ ശുക്ലം കൂടി അതിൻ്റെ കൂടെ പോകും. അപ്പോൾ ഇതാണ് ഏറ്റവും മോശമായ അവസ്ഥ. ശുക്ലം ഈസിയായിട്ടങ്ങ് പോവുക. അങ്ങനെയുള്ളവരുടെ ശരീരം അധികം താമസിയാതെ തകർന്നു പോകും. മനുഷ്യൻ്റെ കഴിവുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അത് വളരെ അപൂർവമായിട്ടേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. ഇതാണ് ഏറ്റവും താണതലം. ഇതിൽ നിന്ന് ചിലർക്ക് ഈ മൈഥുന സമയത്ത് മാത്രമേ രേതസ് പുറത്തു വരൂ. മൈഥുന സമയത്ത് എല്ലാവർക്കും രേതസ് പുറത്തു വരുന്നത് ഒരേ സമയത്തല്ല. ചിലർക്ക് മൈഥുനം അങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് പോകും, വിസർജിച്ചു പോകും. അത് വലിയ പരാജയമായിരിക്കും. ഒരിക്കലും സ്ത്രീക്ക് തൃപ്തി വരില്ല. തൃപ്തി വരാതെ ഇരുന്നാൽ അവർ നിങ്ങളോട് വഴക്കുണ്ടാക്കും. അത് വഴക്കുണ്ടാക്കുന്നത് അധിക നേരം ഇത് നിന്നില്ല എന്ന് പറഞ്ഞല്ല വഴക്കുണ്ടാക്കുന്നത്. അങ്ങനെയൊന്നും സ്ത്രീകൾ നിങ്ങളോട് തുറന്നു പറയില്ല. അതിന് പകരം അവർ മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടായിരിക്കും വഴക്കുണ്ടാക്കുക. ഇന്ന് നിങ്ങൾ രാവിലെ ചെരുപ്പിട്ടത് ഇടത്തെ ചെരുപ്പെടുത്ത് വലത്തെ കാലിലല്ലേ ഇട്ടത്, അത് എന്തുകൊണ്ടാണ് ഇട്ടത് എന്ന് ചോദിച്ചായിരിക്കും ചിലപ്പോൾ വഴക്കുണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇണയെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. രേതസ്സിൻ്റെ ബലം അസാധാരണ ബലമാണ്. അതിനെ നിങ്ങൾ സംരക്ഷിച്ച് നിർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇണയെ തൃപ്തിപ്പെടുത്താനാകൂ. അപ്പോൾ പെട്ടെന്ന് ശുക്ലം വിസർജിച്ചു പോയാൽ, അതായത് രേതസ് വിസർജിച്ചു പോയാൽ അത് നിങ്ങൾക്കും ദോഷമാണ്, നിങ്ങളുടെ ഇണയ്ക്ക് തൃപ്തി കിട്ടാതെ വരും. അതുകൊണ്ട് അവിടെയും അത് ദോഷം ചെയ്യും. എന്നാൽ ചിലർക്കാവട്ടെ 1 മിനിറ്റിന് ശേഷം വിസർജിച്ചു പോകും, ചിലർക്ക് 2 മിനിറ്റിന് ശേഷം, ചിലർക്ക് 3 മിനിറ്റിന് ശേഷം. നല്ല ശാരീരിക ആരോഗ്യമുള്ള ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം 25 മിനിറ്റ് വരെ എടുക്കും ചിലപ്പോൾ ഈ ശുക്ലം വിസർജിച്ചു പോകാൻ. അപ്പോൾ 20 മിനിറ്റ് 10-15 മിനിറ്റിന് ശേഷമാണ് നിങ്ങളുടെ രേതസ് വിസർജിച്ചു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് സാമാന്യം ആരോഗ്യമുണ്ട് എന്നാണ് അതിനർത്ഥം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് വലിയ ദോഷം വരില്ല, നിങ്ങളുടെ ഇണയെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്.
ഇത് വിവാഹസൂത്രങ്ങൾ പറയുമ്പോൾ ആചാര്യൻ അവിടെ ഇത് പറയുന്നുണ്ട്. അത് പറയുന്നത്, നിങ്ങൾ സ്ത്രീയുമായി രതിയിലേർപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ വയർ കാലിയായിരിക്കണം, ആമാശയം കാലിയായിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് എന്ന് ഞാനും ഇത് പഠിച്ച കാലത്ത് അത്ഭുതപ്പെട്ടിരുന്നു. പിന്നീടാണ് മനസ്സിലാവുന്നത്, നിങ്ങൾ ബന്ധപ്പെടുന്ന സമയത്ത്, രതിക്രിയയുടെ സമയത്ത് നിങ്ങളുടെ വയർ കാലിയായിരുന്നാൽ നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടില്ല. ശുക്ലം അല്ലെങ്കിൽ രേതസ് അതിവേഗം പോവില്ല. വയർ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അസാധാരണമായ ക്ഷീണം അനുഭവപ്പെടുകയും കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഡയബറ്റീസോ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളോ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും. ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മൈഥുനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഗൃഹസ്ഥാശ്രമികൾ മൈഥുനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ രേതസ് പെട്ടെന്ന് വിസർജിച്ചു പോകാൻ പാടില്ല. ചിലർക്കത് മലമൂത്രങ്ങളുടെ കൂടെ പോകും, ചിലർക്ക് 25 മിനിറ്റ് വരെ കഴിഞ്ഞിട്ടേ ഇത് വിസർജിച്ച് പോവുകയുള്ളൂ. എന്നാൽ ചിലർക്ക്, അതായത് യോഗക്രിയകൾ ചെയ്യുന്നവർക്ക്, മഹാസന്യാസിമാർക്ക്, യോഗികൾക്ക്, യോഗക്രിയ ചെയ്യുന്നവർക്ക് ഈ ശുക്ലം വിസർജിച്ചു പോവില്ല. അതിനു പകരം അത് ഓജസ്സായി മാറും. ഓജസ്സായി അത് മാറും. ഓജസ്സായി മാറുക എന്ന് പറഞ്ഞാൽ അവരുടെ ആന്തരികമായ കഴിവുകൾ, ഓർമ്മശക്തി, ബുദ്ധിശക്തി, പെട്ടെന്ന് പ്രതികരിക്കാനുള്ള ശേഷി, ശരീരത്തിൻ്റെ ഊർജ്ജസ്വലത, എന്തെങ്കിലും വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി, ഇതെല്ലാം 10 മടങ്ങ് വർദ്ധിക്കും. അങ്ങനെ ശുക്ലം വിസർജിച്ചു പോകാതെ അത് ഓജസ്സായി മാറുന്നതിന് പറയുന്ന പേരാണ് ഊർധ്വരേതസ്. മലമൂത്ര വിസർജനങ്ങളുടെ സമയത്ത് രേതസ് വിസർജിച്ചു പോകുന്നതിന് പറയുന്ന പേരാണ് അധോരേതസ്. രേതസ്സിൻ്റെ അധോഗതിയാണ്, പെട്ടെന്ന് വിസർജിച്ചു പോവുക. എന്നാൽ ബ്രഹ്മചര്യം അനുവർത്തിക്കുന്നവർ, ഈ സൂത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ രേതസ് പെട്ടെന്ന് പുറത്തു പോവില്ല. പെട്ടെന്ന് അനാവശ്യമായ കാമവാസന നിങ്ങളുടെ ഉള്ളിലുണ്ടാവില്ല. ആ അവസ്ഥയാണ് ഊർധ്വരേതസ് എന്ന് പറയുന്ന അവസ്ഥ. ആ അവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെയും മറ്റും ആശ്രയിച്ചാണിതിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും പ്രോട്ടീനാണ് ഇറച്ചിയിലുള്ളത്, അതുകൊണ്ട് ഇറച്ചി തിന്നാമല്ലോ. മുട്ടയിലുള്ളത് പ്രോട്ടീനാണ്, അതുകൊണ്ട് അത് തിന്നാമല്ലോ. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇത് മനസ്സിനെ എങ്ങനെയാണ് ഓരോ ഭക്ഷണവും സ്വാധീനിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങളുടെ മനസ്സിന് ദോഷം ചെയ്യുന്നവയാണ്, നിങ്ങളുടെ ശുക്ലത്തിന് ദോഷം ചെയ്യുന്നവയാണ്. അതുകൊണ്ട് കഴിയുന്നതും അത്തരം കാര്യങ്ങൾ, അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി സാത്വികമായ ഭക്ഷണങ്ങളുടെ ഒരു ശീലം വളർത്തിയെടുക്കണം ബ്രഹ്മചാരികൾ എന്നാണ് ആചാര്യൻ ഇവിടെ നിഷ്കർഷിക്കുന്നത്. ഹരിസ്മരണമസ്തു.